ആലപ്പുഴ ചാരുമൂട്ടിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് കർഷകൻ മരിച്ചു. താമരക്കുളം സ്വദേശി ശിവൻകുട്ടി കെ പിള്ളയാണ് മരിച്ചത്. കൃഷിയിടത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരാളുടെ സ്ഥലത്തെ കിണയിൽ നിന്നാണ് ഷോക്കേറ്റത് എന്ന് ബന്ധുക്കൾ പറയുന്നു. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിലൊരു വ്യക്തത വന്നിട്ടുണ്ടോ? വിജയകുമാർ, താമരക്കുളത്തുള്ള ശിവൻകുട്ടി കെ പിള്ളയാണ് മരിച്ചത്. ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലേക്ക് പോകും വഴിയാണ് ഈ ഷോക്കേറ്റ് മരിക്കുന്നത്. മറ്റൊരാളുടെ, ഈ താമരക്കുളം സ്വദേശിയായ ജോസ് എന്നയാളുടെ കൃഷിയിടത്തിൽ കൂടെ വേണം ഇത് ഈ ശിവൻകുട്ടിയുടെ കൃഷിയിടത്തിലേക്ക് പോകാൻ. അങ്ങനെ ഈ ജോസിന്റെ കൃഷിയിടത്തിൽ നിരന്തരമായി പന്നി ശല്യം ഉണ്ടായിരുന്നു. ഈ പന്നികളെ പിടികൂടുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പാണ് അവിടെ ഒരു പന്നിക്കണി സ്ഥാപിക്കുന്നത്. അതിൽ കാൽ കുടുങ്ങിയാണ് ശിവൻകുട്ടി മരിക്കുന്നത് എന്നുള്ളതാണ് ബന്ധുക്കളും അവിടെ ഉണ്ടായിരുന്ന മറ്റ് നാട്ടുകാരും അടക്കം പറയുന്നത്. എന്തായാലും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നിലവിൽ നൂർനാട് ജനറൽ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം വെച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ എന്താണ് യഥാർത്ഥ മരണകാരണം എന്നുള്ള ഒരു കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. നിലവിൽ ഈ പന്നിക്കണി സ്ഥാപിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് KSEBയും പോലീസും ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ പന്നിക്കണി സ്ഥാപിച്ച സ്ഥലത്തേക്ക് വൈദ്യുതിയെടുത്ത സമീപത്തെ ഒരു കെട്ടിടവും KSEB അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പന്നിക്കണി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു സ്ഥിരീകരണം എത്തിയിട്ടുണ്ട്. ഈ മരിച്ച ശിവൻകുട്ടി ഒരു ക്ഷീര കർഷകനാണ്. ഒപ്പം മറ്റ് ചെറിയ കൃഷിയുമൊക്കെ ചെയ്താണ് ഈ കുടുംബം അദ്ദേഹം പോറ്റിയിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ തളർന്നു കിടക്കുകയാണ്. അങ്ങനെ തീർത്തും സാധാരണഗതിയിലുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളാണ്. എന്തായാലും ആ കുടുംബത്തിനൊരു മോവാണ് ഇദ്ദേഹത്തിന്റെ മരണം എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നിലവിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കൃഷിയിടത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരാളുടെ സ്ഥലത്തെ സ്ഥാപിച്ച കെണിയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഷോക്കേറ്റതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പോലീസും KSEB ഉദ്യോഗസ്ഥരും അതിന്റെ വിശദാംശങ്ങൾ ശേഖരിച്ചു വരികയാണ്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.